ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാല് വണ്ടിക്ക് ഫൈൻ ഉണ്ടാവരുത്. അല്ലാതെ നാളെ ഇതിന്റെ വാഹന സൈറ്റിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഡേറ്റ് കയറിയാൽ മതി എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ്. പിന്നെ എന്തെങ്കിലും ഒരു ക്ലെയിമോ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ അന്ന് അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കും, നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല. അന്നത് കസ്റ്റമേഴ്സിന് ഒരു 100 രൂപ കൂടുതലാണ് നിങ്ങളടുത്ത്. അതാണ് ആപ്പിൽ അത് ചെയ്യുന്ന സമയത്ത് കുറവാണല്ലോ, ഞങ്ങൾ അത് ചെയ്തോളാം. നാളെ എന്നിട്ട് ഈ ആപ്പ് ചെയ്ത ആൾക്കാരെ നമ്മളാണ് കണക്ട് ചെയ്യാൻ വരുന്നത്. അതെ, നമ്മള് ഇതേപോലെ ബാങ്കിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോണിന്റെ കാര്യങ്ങൾ സംസാരിച്ച പോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള പ്രമുഖമായിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് ഇപ്പം ഈ ഒരു ഡേറ്റ് ഒക്കെ തെറ്റിയിട്ടുള്ള കസ്റ്റമറെ വണ്ടിയുടെ ഫോട്ടോ എടുക്കേണ്ടി വരും. അതേപോലെ അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കേണ്ടി വരും. അതേപോലെ അവരുടെ ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ ഇൻഷുറൻസ് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഡോർ സ്റ്റെപ്പ് കാലത്തിനനുസരിച്ചിട്ടുള്ള അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമുക്ക് മെയിനായിട്ട് വെഹിക്കിൾ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ സംസാരിക്കാനുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സർവീസ് പ്രീ ഓൺഡ് വെഹിക്കിൾ സെയിലാണ്. പ്രീ ഓൺഡ് വെഹിക്കിൾ സെയിലും നമ്മൾ ഈ ചെയ്യുന്ന സർവീസുകളിലൊക്കെ ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാവുക, ഇതൊക്കെ ഓൾറെഡി ഉള്ളതല്ലേ, പക്ഷെ എങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ളൊരു പ്രത്യേകത? നമ്മളൊരു എന്താ പറയാ, ഒരു കുടക്കീഴിലേക്ക് എത്തിക്കുന്നു. അതെ, നമ്മൾ എല്ലാത്തിനെയും ഒരു ഒറ്റ സെക്ടറിലേക്ക് എത്തിക്കുക. അതിന് പുറമെ തന്നെ ഓരോ കസ്റ്റമേഴ്സിനിപ്പം അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ ഒരു വണ്ടി കൊടുക്കാനുണ്ടാവും, പക്ഷെങ്കിൽ ആൾക്കൊരു ബ്രോക്കർ സെയിലിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർവീസിൽ അങ്ങനെ ഒരു കമ്മീഷൻ ഒരു ബ്രോക്കർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമ്മളെ സമീപിച്ചാൽ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പം നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഫേസ്ബുക്ക്, അതേപോലെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് സ്റ്റോറീസ്, ഇതിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ബിസിനസ് അവർ പറയുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീലിലേക്ക് നമുക്ക് അവരുടെ ആ ഒരു സെയിലിന് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം, വണ്ടി പർച്ചേസ് ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാരെ നമുക്ക് അവർക്ക് നല്ല വെഹിക്കിൾ നമുക്ക് കൊടുക്കാൻ പറ്റും.